ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം അഭിഷേക വിഘ്നം തുടരുന്നു. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതീ ശോഭ പൂണ്ടോരു കാർകൂന്തലഴിച്ചിട്ടു പൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹ. ഭൂമിയിൽ തന്നെ മലീനാംബരത്തൊടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊൾവരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ യതിരേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയിയും. പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയംബേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനും ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളതീനില്ല സംശയം. ഏതുമിതിന്നൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്യനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനാനിന്ദ്യനായി വന്നുകൂട്ടും ദൃഢം. ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരഭകമ്പുക്കരുളിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മനസ്സേ.
ചൊല്ലുവിൻ ദാസികളെ. ഭവത്സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ? ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൾ. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദം മന്ദം തലോടി തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ? ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരും വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വദ്യനെന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനെത്രയും നിഷ്ഠൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പന്നവനെ ഞാൻ. അർത്ഥവാനേറ്റം അനിഷ്ഠൻ നിനക്കെങ്കിൽ നിർധനനാക്കുവാനെന്നും അവനെ ഞാൻ. വദ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാമിനി ഖേദിപ്പതിനെന്തു കാരണം? മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ ഭമനന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പയായികമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദം ഉര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരീകെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടും. ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും. പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ. കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷസ്സി വനത്തിനു പോകണം. എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ. വജ്രമേറ്റദ്രീപതിച്ച പോലെ ഭുവി സജ്വരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു
കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ, ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ, മൃത്യു സമയമുപസ്ഥിതമാകയോ. കിം കിമേതൽകൃതം ശങ്കരാ ദൈവമേ, പങ്കജലോചനാ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ. ദീർഘമായി വീർത്തു വീർത്തേവം മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ, എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനോ രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാകാം, ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ, ഭ്രാന്തി വാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ. പങ്കജനേത്രനാം രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ, എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവിരാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടലാം. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതോ വത്സരതുല്യമായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയ ശബ്ദേന സംഗീതഭേദങ്ങളെന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിടിനാനന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും. ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുടതഴ ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജീരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം
ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസേ ചീർത്ത പരമാനന്ദത്തോടുമേ വീടിന നമ്മുടെ ജീവനാം രാമകുമാരനെ. നിർമ്മല രത്നകിരീടമണിഞ്ഞതീ രമ്യാമകരായിതാമണി കുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛദാലോചനാഭംഗിയും പുണ്ടരീകാരാദിമണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാഭയും കുന്ദമുകൂളാസമാനദന്തങ്ങളും ബന്ധൂകസൂനാസമാനാധരാഭയും കന്ധരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിധ സന്നിഭപീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചനകാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടുകൂപ്പിയിടും ഊരുകണ്ഠങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭാജാനുവും നംഭോജബാണാനിഷങ്കാഭജംഘയും കമ്പം കലർന്നോ കമാഠപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാമഘ്രീതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നോ നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം. ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദനിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദത്തോടൗത്സുഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാൻ പുരവാസികൾ ആദരാൽ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് കൈകേയിയോട് മന്ധര ഭരതനെ രാജാവാക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിന് ഉള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് ദേവാസുര യുദ്ധത്തിൽ ദശരഥൻ പോയപ്പോൾ കൈകേയി അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ആ സഹായം ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ട് 2 വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ പറയുന്നതും ആ വരങ്ങൾ ദശരഥനിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോൾ ചോദിച്ചോളാമെന്ന് കൈകേയി പറഞ്ഞതുമൊക്കെ കൈകേയി മറന്നുപോയിരുന്നു. മന്ധര ഇപ്പോൾ കൈകേയി അത് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് നാം പഠിച്ചത്. അതിനുശേഷം മന്ധര എന്താണ് കൈകേയിയോട് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നോക്കൂ, ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവേശ്യ കോപേന കിടക്കനീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അതിശോഭ പൂണ്ടൊരു കാർകൂന്തലഴിച്ചിട്ട് പൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹ. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ച് കരഞ്ഞു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചുകൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. അപ്പോൾ മന്ധര കൈകേയിയോട് പറയുകയാണ്, ഇനി വേഗം തന്നെ നീ കോപാലയത്തിൽ പോയി കിടക്കണം. കോപാലയം, ക്രോധാകാരം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രണയകോപം
ഉണ്ടാകുമ്പോൾ ചെന്ന് കിടക്കുന്ന മുറിയാണ്. രാജകൊട്ടാരങ്ങളിലൊക്കെ അങ്ങനെയുള്ളൊരു മുറിയുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ക്രോധാകാരം, കോപാലയം എന്ന്. ആ കോപാലയത്തിൽ പോയി കിടക്കണം. അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിയണം. ശോഭ പൂണ്ട മനോഹരമായ തലമുടി അഴിച്ചിട്ട് ഭൂമേനിയാകെ പൊടി പിടിപ്പിച്ചുകൊണ്ട് മലിന വസ്ത്രമൊക്കെ ധരിച്ച് കണ്ണുനീര് കൊണ്ട് മുഖവും സ്തനങ്ങളും ഒക്കെ നനച്ച് നിലത്ത് കിടക്കണമെന്നും, അതുപോലെ തന്നെ രാജാവ് സത്യം പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ സത്യം ചെയ്താൽ ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് മനസ്സുറപ്പോടുകൂടി തന്നെ അന്ന് ചോദിച്ചു വെച്ച തിരിച്ചു കൊടുത്ത 2 വരങ്ങളും ഇപ്പോൾ തന്നെ ചോദിച്ചു വാങ്ങണം എന്നാണ് മന്ധര, കുബുദ്ധിയായ മന്ധര കൈകേയിയോട് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ധര കൈകേയി ഉപദേശിക്കുന്ന ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമാജത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. തുടർന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. മന്ധര ചൊന്ന പോലെ അതിനേതും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയിയും ഭത്യം ഇതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹന കോപാലയം മേവിനാൾ. അപ്പോൾ മന്ധര പറഞ്ഞതൊക്കെ തന്നെ തൻ്റെ ഗുണത്തിനാണെന്നാണ് ആര് കരുതിയത്? കൈകേയി കരുതിയത്. അവൾ ആ പറഞ്ഞതിന് യാതൊരു മാറ്റവുമില്ലാതെ കൈകേയി കോപാലയത്തിൽ, ക്രോധാകാരത്തിൽ ചെന്ന് കിടക്കുകയാണ്. കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോളവും ഞാനിവിടെ കിടന്നിടുവൻ അല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. പിന്നെ മന്ധര കൈകേയിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, രാമൻ കാട്ടിലേക്ക് പോകുന്നത് വരെ ഞാനിവിടെ കിടക്കും, അല്ലെങ്കിൽ പ്രാണനെ കളഞ്ഞിടുവൻ നിർണയം. ഞാൻ എൻ്റെ പ്രാണനെ അല്ലെങ്കിൽ, അതായത് രാമനെ കാട്ടിലേക്ക് വിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കളയും, അത് തീർച്ചയാണ്, നിർണയമാണ്. ഭൂപരിത്രാണാർത്ഥം ഇന്ന് ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. അപ്പോൾ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ദശരഥൻ ഭരതനെ അഭിഷേകം ചെയ്യും. ഞാൻ നിനക്ക് അനുഭവിക്കുന്നതിനായി 100 ദേശങ്ങൾ തീർച്ചയായും തരും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറയണം. ഏതും ഇതിനൊരു ഇളക്കം വരായികിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം. അപ്പോൾ ഈ പറഞ്ഞതിന് ഒരു മാറ്റവും വരാതെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ചേതസി ചിന്തിച്ച കാര്യമൊക്കെ വരും എന്ന് പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. മന്ധര ഇപ്രകാരം പറഞ്ഞിട്ട് കൊട്ടാരം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞതനുസരിച്ച് കൈകേയി പ്രവർത്തിച്ചു എന്നാണ് കാണുന്നത്. തുടർന്ന് ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെ എന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. അപ്പം ഇവിടെ കൈകേയി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, കൈകേയിയോട് മന്ധര പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കൈകേയി. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുകയാണ്, ഈ വരികൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ എഴുത്തച്ഛൻ പറയുകയാണ്, ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനാണെങ്കിലും എങ്ങനെയുള്ളവനാണ്? ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. വലിയ ധീരനും അതുപോലെ തന്നെ ദയാലുവും ഗുണസമ്പന്നനും സദാചാരനിഷ്ഠനും നീതിജ്ഞനും ഗുരുവിൻ്റെ വാക്യങ്ങൾ, ദേശിക വാക്യം, ഗുരുവിൻ്റെ വാക്യങ്ങളൊക്കെ അതേപോലെ തന്നെ അനുസരിക്കുന്നവരും സുശീലനും മനഃശുദ്ധിയുള്ളവരും ജ്ഞാനസമ്പാദനത്തിന് താല്പര്യമുള്ളവരും അങ്ങനെയുള്ളവരും എങ്ങനെയുള്ളവരാകട്ടെ, നല്ല മനുഷ്യന്മാരുടെ ഗുണങ്ങളാണ് മേൽ പറഞ്ഞതൊക്കെ. അങ്ങനെയുള്ള മനുഷ്യരായാൽ പോലും എന്താണ്, ദുഷ്ടജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന. തുടർന്ന് നോക്കൂ,
ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദം അരുൾ ചെയ്താൾ. അപ്പോൾ നേരത്തെ മന്ധര പറഞ്ഞിരുന്നു സത്യം ചെയ്താൽ ഉടനെ കാര്യം അവതരിപ്പിക്കണമെന്ന്. ഇവിടെ സത്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്താണ്? ശ്രീരാമനാണ് നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതെൻ്റെ മകനാണ് സത്യം, ഞാൻ ചെയ്തു തരുമെന്ന് പറയണം. ഇത്തം ഇപ്രകാരം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ട് തെളിഞ്ഞവൾ. സത്യം ചെയ്തപ്പോൾ കൈകേയിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അപ്പോൾ കണ്ണുനീരും തുടച്ച് ഉദ്ധാനം ചെയ്ത് എഴുന്നേറ്റു. നിലത്ത് കിടക്കുന്ന കൈകേയി എഴുന്നേറ്റു. മന്നവൻ തന്നോട് മന്ദം അരുൾ ചെയ്താൾ. മന്നവനോട്, രാജാവിനോട് പതുക്കെ ഇപ്രകാരം പറഞ്ഞു: സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ. അപ്പോൾ സത്യം പറഞ്ഞതിന് ശേഷം സന്തുഷ്ടയായി കൈകേയി പ്രകാരം പറയുകയാണ്: സത്യം നിറവേറ്റുന്നതിൽ നിഷ്ഠയുള്ള അങ്ങ് എന്നോട് പറഞ്ഞത് ഈ സത്യമാണെങ്കിൽ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയാം. സന്തുഷ്ടചിത്തനായി അന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ? അതിനു മുൻപ് വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ. അപ്പോൾ അങ്ങ് സത്യം ചെയ്തല്ലോ, അപ്പോൾ അങ്ങ് ചെയ്ത ശപഥം ഒരു തരത്തിലും ലംഘിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പറയുകയാണ്. പണ്ട് സുരാസുര യോധനെ സങ്കടം തീർത്ത് രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. അന്ന് സുരാസുരൻ യുദ്ധത്തിൽ സുരന്മാരും അസുരന്മാരും, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ആ യുദ്ധത്തിൽ അങ്ങ് ദേവന്മാരെ സഹായിക്കുന്നതിന് സ്വർഗത്തിലേക്ക് പോയല്ലോ. ആ സമയത്ത് ഞാൻ അങ്ങയെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. അതിൽ സന്തുഷ്ടനായ ഭവാൻ എനിക്ക് 2 വരങ്ങൾ തന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. സന്തുഷ്ടചിത്തനായ എന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ? വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരീയെന്ന് ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കലത് 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതി. ഇതാണ് പറഞ്ഞത്. അന്ന് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി അങ്ങ് 2 വരങ്ങൾ തന്നില്ലേ, അത് ഞാൻ വേണ്ട നാള് വേണ്ട അവസരത്തിൽ ആ വരങ്ങൾ ആവശ്യപ്പെട്ടു കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങയിൽ തന്നെ അത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വരങ്ങൾ വാങ്ങുവാനായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു രാജാവേ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാനിന്ന് ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് ഇന്നു തന്നെ ഗമിക്കണമെന്നതും. 2 വരങ്ങൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണ്? അവയിലൊന്ന് അങ്ങ് ഇന്ന് തന്നെ ഭരതനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം, ഒരു വരമായി. ഇനി രണ്ടാമത്തെ വരം എന്താണെന്ന് വെച്ചാൽ രാമൻ ഇന്ന് തന്നെ വനവാസത്തിന് പോകണം. ഇന്ന് തന്നെ പോകണം, നാളെയൊന്നും പോയാൽ പോരാ, ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നും പോയാൽ പോരാ, ഇന്ന് തന്നെ പോകണമെന്നാണ് കൈകേയി ശ്രദ്ധിക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഭൂപതി വീരൻ ജഡാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ച് വനാന്തരേ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീവതേ. തുടർന്ന് പറയുകയാണ്, രാമൻ ജടയും മരുവിരിയും ഒക്കെ ധരിച്ച് 14 വർഷം വനത്തിൽ പോകണം. വനത്തിലെ കൈകനികളും ഭക്ഷിച്ച് താമസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് രാജാവാക്കി ഭരതനെ അഭിഷേകം ചെയ്യണം. രാമൻ ഉഷസ്സി വനത്തിന് പോകണം. രാമൻ വെളുപ്പിനെ തന്നെ പ്രഭാതത്തിൽ തന്നെ കാട്ടിലേക്ക് പോവുകയും ചെയ്യണം. എന്നിവ 2 വരങ്ങളും നൽകിൽ ഇന്ന് മരണം എനിക്കില്ല നിർണയം. അപ്പോൾ ഈ 2 വരങ്ങൾ തന്നാൽ ഞാൻ മരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മരിക്കും, അതാണ് തീർച്ചയുള്ള കാര്യമാണ് എന്നാണ് കൈകേയി രാജാവിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ, ക്രൂരമായ ഈ വാക്കുകൾ കേട്ടിട്ട് ദശരഥനുണ്ടായ സങ്കടം എത്രമാത്രമാണ് നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ തുടർന്ന് നോക്കൂ. എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ. അപ്പോൾ ഇപ്രകാരം കൈകേയിയുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് രാജാവ് മോഹിച്ചു വീണു, ബോധം കെട്ട് വീണുപോയി. എങ്ങനെയാണ്? രാജാവിൻ്റെ ആ വീഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. വജ്രമേറ്റ് അദ്രിപതിച്ച പോലെ ഭുവി സജ്വല ചേതസാ വീണിത് ഭുവനും. എങ്ങനെയാണ്? വജ്രായുധമേറ്റ് പർവ്വതങ്ങൾ ചിറകറ്റ് ഭൂമിയിൽ വീണതുപോലെ.
അപ്പം ഇതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർവ്വതങ്ങൾക്ക് മുന്നേ ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നും ആ ചിറകുകൾ പർവ്വതങ്ങൾ ഇങ്ങനെ പറന്നു നടന്ന് മറ്റുള്ള സമൂഹത്തിൽ ജനങ്ങൾക്കൊക്കെ കഷ്ടനഷ്ടങ്ങളൊക്കെ അവരുടെ ജീവന് തന്നെ ഹാനി ഉണ്ടാക്കിയപ്പോൾ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് അവരുടെ ചിറക് അരിഞ്ഞു വീഴ്ത്തിയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. വജ്രമേറ്റ് പർവ്വതം എപ്രകാരമാണോ ഭൂമിയിലേക്ക് പതിക്കുന്നത് അതേപോലെ ബോധം കെട്ട് ദശരഥൻ നിലംപതിച്ചു. തുടർന്ന് പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധമൊക്കെ വന്നു. അതിനുശേഷം അദ്ദേഹം കണ്ണുനീർ വാർത്തുകൊണ്ട് വിറച്ചുകൊണ്ട് പ്രകാരം പറയുകയാണ്: ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ, ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ. അയ്യോ, സഹിക്കാൻ കഴിയാത്ത വാക്കുകളാണല്ലോ ഞാൻ ഈ കേൾക്കുന്നത്. ഞാൻ ദുസ്വപ്നം കാണുകയാണോ, സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് സംശയമാണ്, ഞാൻ സ്വപ്നം കണ്ടതാണോ? കൈകേയി ഇങ്ങനെ പറയാൻ യാതൊരു സാധ്യതയില്ല. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ, എനിക്ക് എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റിയതാണോ? മൃത്യു സമയം ഉപസ്ഥിതമാകുകയോ, ഇനി എൻ്റെ മരണകാലം അടുത്തതാണോ? ഞാൻ മരിക്കാൻ പോവുകയാണോ? കിം ഏതൽ കൃതം ശങ്കര ദൈവമേ, അല്ലയോ പരബ്രഹ്മസ്വരൂപനായ ശങ്കര, ഞാൻ എന്താണ് ചെയ്തത്? ഇവൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വ്യാഘ്രിയെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അല്ലയോ ശിവശങ്കര ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവം മുര ചെയ്തു. അപ്പോൾ വ്യാഘ്രിയെ പോലെ, പെൺപുലിയെ പോലെ, ഈറ്റപ്പുലിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, ക്രൂരയായി നിൽക്കുകയാണ് കൈകേയി. അങ്ങനെ തൻ്റെ സമീപത്ത് നിൽക്കുന്ന ഈ കൈകേയിയുടെ മുഖം കണ്ട് രാജാവിന് പേടിയായി. ഭയത്തോടെ മൂർഖമതിയായ ക്രൂരയായ ആ കൈകേയിയുടെ മുഖം നോക്കി നോക്കി ദശരഥന് ഭയപ്പാടുണ്ടായി. ദീർഘമായി വീർത്തു വെച്ചാൽ ദീർഘമായി നെടുവീർപ്പിട്ടുകൊണ്ട് പ്രകാരം പറയുകയാണ്: എന്തിവണ്ണം പറയുന്നത് ഭദ്രേ, നീ എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ. അല്ലയോ ഭദ്രേ, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോട് രാമൻ എന്താണ് പിഴച്ചത്? നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് രാമൻ? പ്രാണഹാനികരമായ വാക്ക് നീ ഇപ്പോൾ ഉര ചെയ്യുവാൻ എന്തിതു കാരണം? എനിക്ക് എൻ്റെ ജീവനെ തന്നെ നശിപ്പിക്കുന്ന, എൻ്റെ പ്രാണനെ നശിപ്പിക്കുന്ന, ഹാനി വരുത്തുന്ന ഈ വാക്കുകൾ നീ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? അതിന് കാരണം എന്താണ്? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. പണ്ട് നീ മുന്നം രാമൻ്റെ ഗുണങ്ങളൊക്കെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്നോട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ലൊരു ഭേദം ഒരിക്കലും. നീ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവന് കൗസല്യാദേവിയും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് നീ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്ക് ഇന്ന് തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? മുന്നം നീ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. രാമൻ എൻ്റെ മകനാണ്, കൗസല്യാദേവിയേക്കാളും പ്രിയം എന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള നിനക്ക് ഇന്ന് ഇങ്ങനെ തോന്നുവാൻ കാരണം എന്താണ്? നിന്റെ പുത്രനായ ഭരതന് ഞാൻ രാജ്യം തരാമല്ലോ. അല്ലെങ്കിൽ ധന്യശീലേ, അതിന് രാമൻ വനത്തിന് പോകണോ? രാമൻ വനത്തിൽ പോകണ്ട, രാമനെ വിടണ്ട. നിന്റെ മകൻ രാജാവായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. രാമനെ എങ്കിലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നാണ് ദശരഥൻ പറയുന്നത്. രാമനാലേതും ഭയം നിനക്കുണ്ടാക, ഭൂമിപതിയായി ഭരതനിരുന്നാലും. പറയുകയാണ്, നിന്റെ മകന് രാജ്യം തരാം. ഭരതൻ രാജാവായാലും രാമനിൽ നിന്ന് നിനക്ക് യാതൊരു ഭയം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഞാൻ തരാം എന്ന് പറഞ്ഞ് കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദശരഥൻ കൈകേയിയുടെ കാൽക്കൽ വീഴുകയാണ്. നേത്രങ്ങൾ ചുവപ്പിച്ച് കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൽ. ഇത് കേട്ടിട്ട് തൻ്റെ കണ്ണുകളൊക്കെ ചുവപ്പിച്ചുകൊണ്ട് കൈകേയി രാജാവിനോട് ഇപ്രകാരം പറയുകയാണ്: ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ചോദിക്കുകയാണ്,
അങ്ങ് രാജാവേ, അങ്ങക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്താണ് ഈ ഭ്രാന്ത് പറയുന്നത് എന്ന് ചോദിക്കുന്നു. തുടർന്ന് ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ ഘോരമായ നരകത്തിൽ ചെന്ന് വീഴും. അസത്യമായ വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നരകമാണ് ഫലം എന്ന് പറയുകയാണ്. പങ്കജനേത്രനാം രാമൻ ഉഷസ്സിനു ശങ്കാവിഹീനം വനത്തിന് പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. പങ്കജനേത്രനായ രാമൻ, താമരക്കണ്ണനായ രാമൻ, യാതൊരു സംശയം വേണ്ട, രാവിലെ ഉഷസ്സിൽ വനത്തിന് പോകുന്നില്ല എങ്കിൽ എൻ്റെ ജീവൻ അങ്ങയുടെ മുന്നിൽ വെച്ച് ഞാൻ കളയുന്നതാണ്, അതിന് യാതൊരു സംശയമില്ല എന്ന് പറയുകയാണ്. സത്യസന്ധൻ ഭുവിരാജ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സത്യസന്ധനാണ് ദശരഥൻ എന്നുള്ള ആ ഒരു കീർത്തി ലോകത്ത് ഖ്യാതിയാണല്ലോ അത്. അപ്പോൾ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞത് കാരണം യാതന ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. സജ്ജനങ്ങളുടെ ആ ഒരു രീതി അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കരുത്. അത് ഉപേക്ഷിച്ച് യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. യാതനാപൂർവ്വം ജീവിതം അങ്ങനെ യാതനാപൂർവ്വമാക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപദേ വൃഥ മിഥ്യയാക്കിയിടില്ല. രാമനെ പിടിച്ചാണല്ലോ അങ്ങ് സത്യം ചെയ്തിട്ടുള്ളത്. അതും രാമോപരി ആണ്, രാമനെ പിടിച്ചാണ് അങ്ങ് സത്യം ചെയ്തിട്ടുള്ളത്. ആ ശപഥവും അങ്ങ് മറന്നു പോകണ്ട. അത് അല്ല കള്ളമായി പറയരുത്. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ച് ദുഃഖസമുദ്രയെ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. അപ്പോൾ കൈകേയിയുടെ ഈ നിർബന്ധ വാക്യവും രാഘവൻ്റെ ഈ വിയോഗ വാർത്തയും രാമനോട്, അല്ലെങ്കിൽ രാമനെ ഞാൻ കാട്ടിലേക്ക് വിട്ടുകഴിഞ്ഞാൽ രാമനെ കാണാൻ പറ്റില്ലല്ലോ, രാമൻ എന്നോട് പിരിഞ്ഞു പോവുകയാണല്ലോ, എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ എന്നോട് പിരിഞ്ഞു പോകുന്നതുമൊക്കെ ഓർത്തിട്ട് ദുഃഖസമുദ്രത്തിൽ മഗ്നനായി ബോധം കെട്ട് ദശരഥൻ അവിടെ വീഴുകയുണ്ടായി. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യമായി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധമൊക്കെ ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കരയാൻ തുടങ്ങി. മകനെ ഓർത്ത് കരഞ്ഞും പല തരത്തിലുള്ള പ്രലാപനങ്ങൾ ഇങ്ങനെ വിലാപനങ്ങളെ കരച്ചിൽ, അദ്ദേഹത്തിന് രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. അങ്ങനെ ആ രാത്രി പോയതറിഞ്ഞതേയില്ല. രാത്രി വത്സരതുല്യമായിട്ടാണ് പോയതറിഞ്ഞില്ല എന്നല്ല, ഒരു വർഷത്തിൻ്റെ ആ ഒരു അത്രയും മെല്ലെയാണ് പോയത്. നമുക്കങ്ങനെയാണല്ലേ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നിമിഷങ്ങളൊന്നും പോകുന്നേയില്ല എന്ന് തോന്നും, യുഗങ്ങളായിട്ട് നമുക്ക് തോന്നും. അതേപോലെയാണ് ഇവിടെ ദശരഥന് ആ രാത്രി അങ്ങ് പോകാത്തതുപോലെയാണ് തോന്നിയത്. വെളുപ്പിനെ പ്രഭാതത്തിൽ രാമൻ്റെ അഭിഷേകം നടക്കേണ്ടതല്ലേ. അങ്ങനെ പ്രഭാതം ആയ സമയത്ത് ചെന്നോരരുണോദയത്തിനു സാദരമന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റ കൊണ്ടും പള്ളിക്കുറിപ്പുണർത്തിയിടിനാൻ അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവരെ നിവാരണം ചെയ്താൾ. അപ്പോൾ ഇവിടെ രാജാവിന് പ്രഭാതഭേരി കേട്ടുകൊണ്ടാണ് സ്തുതിപാഠകന്മാരുടെയും അതേപോലെ തന്നെ ഗായകന്മാരുടെയും മന്ദികളുടെയൊക്കെ സ്തുതികൾ കേട്ടുകൊണ്ടാണ് രാജാക്കന്മാർക്ക് രാവിലെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നത്. അതിന് പള്ളിക്കുറിപ്പ് എന്ന് പറയാം. അപ്പോൾ ആ പള്ളിക്കുറിപ്പ് ഉണർത്താൻ വേണ്ടിയിട്ട്, രാജാവിന് ഉണർത്താൻ വേണ്ടിയിട്ട് വൈതാളിക വൃന്ദങ്ങളൊക്കെ അവിടെ വന്ന് നിന്നു. അവിടെ ഗായകന്മാരൊക്കെ പാട്ട് പാടാൻ തുടങ്ങി, സ്തുതിഗീതങ്ങൾ പാടാൻ തുടങ്ങി. ആ സമയത്ത് കൈകേയിക്ക് ദേഷ്യം ഉണ്ടാകുകയും ക്ഷിപ്രം ഉടനെ തന്നെ അവരെയൊക്കെ അവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. വിഭ്രമം കൈക്കൊണ്ട് നിന്നാരവർകളും, എന്താണ് രാജ്ഞി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലായില്ല. അവർ ആകെ ഒരു വിഭ്രമത്തിലായിപ്പോയി. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. അപ്പോൾ പ്രഭാതത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട രാമകുമാരൻ്റെ അഭിഷേകമാണ്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഭൂമി ദേവന്മാരും ഭൂമി ബാലന്മാരും ഭൂമി വൃഷളാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും അവിടെ വന്ന് നിറഞ്ഞു. ഭൂദേവന്മാർ, ബ്രാഹ്മണർ വന്നു, രാജാക്കന്മാർ, ഭൂമിപാലന്മാർ, രാജാക്കന്മാർ വന്നിട്ടുണ്ട്, താപസന്മാർ വന്നിട്ടുണ്ട്, കന്യകമാർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വൃഷളാദി എന്നുവെച്ചാൽ വേശ്യകളൊക്കെ വന്നിട്ടുണ്ട്. വൃഷളന്മാർ ശൂദ്രന്മാരാണ്, വൃഷളന്മാർ വന്നിട്ടുണ്ട്. അതായത് ഭൂമി സ്പൃക്കുകൾ തന്നെ വൈശ്യന്മാരാണ്.
അങ്ങനെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഭൂമിസ്പൃക്ക്, വൃഷളാദികൾ, പിന്നെ ഏതാണ് താപസവർഗമുണ്ട്, കന്യകാവൃന്ദമുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ശോഭ തേടുന്ന വെൺകുറ്റക്കുട, തഴ, ചാമരം, താലവൃന്ദം, കൊടി, തോരണം, ചാമീകരാഭരണാദ്യ അലങ്കാരങ്ങൾ, വാരണ വാജിരഥങ്ങൾ, പദാദികൾ, നാരീജനം, വേശ്യാസ്ത്രീകൾ, പൗരജനങ്ങൾ ഒക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം, സ്വർണത്തിൽ തീർത്തതും രത്നങ്ങൾ പതിച്ചതുമായ ദിവ്യമായ സിംഹാസനം വന്നിട്ടുണ്ട്. ഹേമകുംഭങ്ങൾ വന്നിട്ടുണ്ട്, സ്വർണ്ണക്കുടങ്ങൾ വന്നിട്ടുണ്ട്, ശർദൂല ചർമ്മങ്ങൾ, പുലിത്തോല് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള മംഗളകരമായ കാര്യങ്ങളൊക്കെ തന്നെ വസിഷ്ഠനോടെ സംഭരിച്ച് എല്ലാവരെയും കൊണ്ട് സംഭരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ അവിടെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. രാജാക്കന്മാർ വന്നിട്ടുണ്ട്. എല്ലാവരും അവിടെ രാമൻ്റെ അഭിഷേകം കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്ന് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. സ്ത്രീ, ബാലവൃദ്ധ, അവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാഗ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ട് മനസ്സെ ചേർത്ത പരമാനന്ദത്തോടെ അവർ മേവുകയാണ്. അവരെല്ലാവരും തന്നെ അഭിഷേകം കാണുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സ്ത്രീകളുണ്ട്, ബാലന്മാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, പുരവാസികളുണ്ട്. അവരൊക്കെ തന്നെ ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു സമുദ്രത്തിൽ അവരിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കമളച്ചിരിക്കുകയാണ് അവർ രാമൻ്റെ അഭിഷേകം കാണുന്നതിന് വേണ്ടിയിട്ട്. അവർ പറയുകയാണ്, നമ്മുടെ ജീവനാ രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യ മകരായുധമണി കൊണ്ടല സമ്മുഗ്ധ ശോഭിത കണ്ഠസ്ഥലങ്ങളും പുണ്ടരീക ചതലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദര വന്ധ്യസ്മിതാഭയും. അങ്ങനെ രാമനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ വന്നിരിക്കുകയാണ്. രാമൻ ശിരസിൽ കിരീടമൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ അവർ ഭാവന ചെയ്യുകയാണ്. നിർമ്മല രത്നകിരീടം, അദ്ദേഹം നിർമ്മലമായ രത്നങ്ങൾ പതിച്ച കിരീടം തലയിൽ ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ രമ്യ മകരായുധമണികുണ്ടലം, വളരെ മനോഹരമായ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള രത്നങ്ങൾ പതിച്ച കർണാഭരണങ്ങൾ ധരിച്ച രാമനെ അവർ കാണുന്നതായിട്ട് വിഭാവന ചെയ്യുകയാണ്. സമ്മുഗ്ധ ശോഭിത കണ്ഠസ്ഥലങ്ങൾ, ഇപ്പോൾ കർണാഭരണങ്ങൾ ശോഭിക്കുന്ന കവിൾത്തടങ്ങളിൽ അത് തട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശോഭ ഒക്കെ അവർ വിചാരിക്കുകയാണ്. സമ്മുഗ്ധ ശോഭിത കണ്ഠസ്ഥലങ്ങൾ, പുണ്ടരീകച്ഛതലോചന ഭംഗിയും. പുണ്ടരീകം താമരയാണ്, താമര ഇതൾ പോലെ വിടർന്ന മനോഹരമായ ആ കണ്ണുകളും, അതുപോലെ തന്നെ പുണ്ടരീകാരാദി മണ്ഡലതുണ്ടവും എന്ന് വെച്ചാൽ ചന്ദ്രമണ്ഡലത്തിന് തുല്യമായിട്ടുള്ള ആ മുഖവും, അതുപോലെ തന്നെ ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും, ചന്ദ്രിക പോലെ മനോഹരമായ ആ പുഞ്ചിരിയും, കുന്ദമുകുള സമാന ദന്തങ്ങളും. കുന്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുല്ലപ്പൂ മുട്ടിന് തുല്യമായ ആ ഒരു ദന്തനിരകൾ. പുഞ്ചിരിക്കുമ്പോൾ ആ ശ്രീരാമൻ്റെ ആ ദന്തങ്ങളുടെ ഭംഗിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ബന്ധൂകസൂന സമാനാധരാഭയും. ബന്ധൂകസൂന എന്നുവെച്ചാൽ ഈ അന്തിമലരിപ്പൂ എന്ന് പറയാം, അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ എന്ന് പറയാം. ചുണ്ടുകളുടെ മനോഹാരിതയാണ് ഇവിടെ പറയുന്നത്. ചുവന്ന ചുണ്ടുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. രാമൻ്റെ മനോഹരമായ ചുവന്ന ചുണ്ടുകളുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ കന്ധര രാജിത കൗസ്തുഭ രത്നവും, കന്ധരം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ശോഭിക്കുന്ന ആ കൗസ്തുഭ രത്നത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ബന്ധുരാഭം തിരുമാറും ഉദരവും, വളരെ മനോഹരമായ ആ തിരുമാറ്, ഉദരം, വയറ് ഭാഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ രാമനെ മൊത്തം കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്. രാജാവായിട്ട് ആ കിരീടമൊക്കെ ധരിച്ച്, മുത്തുമാലകളൊക്കെ ധരിച്ച്, കുണ്ഡലങ്ങളൊക്കെ ധരിച്ച് നിൽക്കുന്ന രാമനെ അവർ ഭാവന ചെയ്യുകയാണ്. അവരെ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്. സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും. സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭ, സന്ധ്യാസമയത്ത് കാണുന്ന ആകാശത്തിൻ്റെ ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ആ മഞ്ഞ നിറത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനത്തെ നിറത്തിലുള്ള പീതാംബരമാണ് രാമൻ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ മീതെ
ചാർത്തിരിക്കുന്ന പൂഞ്ചോലകൾ, പൂഞ്ചോല മീതെ വിളങ്ങി മിന്നുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും. അപ്പോൾ മനോഹരമായ അരക്കെട്ടിൽ മഞ്ഞപ്പട്ടുടുത്ത് മഞ്ഞപ്പട്ടിന് മീതെ തിളങ്ങുന്ന പൊന്നരഞ്ഞാണം ധരിച്ചിട്ടുണ്ട്. ആ പൊന്നരഞ്ഞാണമൊക്കെ ധരിച്ച് ആ അരക്കെട്ട് കുംഭി കുലോത്തമൻ തുമ്പിക്കരം കണ്ട് കുമ്പിട്ട് കൂപ്പിയുടെ മൂരുകാണ്ഡങ്ങളും, അതായത് ആന കുംഭി തലവൻ കുംഭി കുലോത്തമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനശ്രേഷ്ഠൻ, ഗജശ്രേഷ്ഠൻ്റെ തുമ്പിക്കരം പോലെയുള്ള ആ തുടകൾ, അതുപോലെ തന്നെ കുംഭീന്ദ്ര മസ്തക സന്നിഭ ജാനുവും, കുംഭീന്ദ്രൻ്റെ ആനയുടെ ആ മസ്തകത്തിന് തുല്യമായിട്ടുള്ള ആ മുട്ടുകളും, അതുപോലെ തന്നെ അംഭോജ ബാണ നിശങ്കാഭജംഘയും എന്ന് വെച്ചാൽ കാമദേവൻ്റെ വളരെ മനോഹരമായ ആവനാഴി പോലെയുള്ള ആ കണങ്കാലുകൾ, അതുപോലെ തന്നെ കമ്പം കലർന്ന കമഠപ്രഭരനും, അദ്ദേഹത്തിൻ്റെ ആ ആമയുടെ പുറം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പാദങ്ങളുടെ ആ പുറവും ഒക്കെ പറയുകയാണ്. പിന്നെ കമ്പം കലർന്ന കമഠപ്രഭരൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി കുമ്പിടുന്നൊരു പുറവടി ശോഭയും എന്നുവെച്ചാൽ ആമയുടെ പുറം പോലെയുള്ള പാദങ്ങളുടെ പുറവും, അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്നത് അംഭോജ തുല്യമാം അംഘ്രി തലങ്ങളും. അംഭോജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരയാണ്, അപ്പോൾ താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങൾ, അതുപോലെ തന്നെ ജംഭാരി രത്നം തൊഴും തിരുമേനി. ജംഭാരി രത്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരുമേനിയുടെ ഭഗവാന്റെ നിറമെന്ന് പറയുന്നത് നീല നിറമാണ്. അപ്പോൾ ഇന്ദ്രനീല കല്ലിനെ ജയിക്കുന്ന ആ ഒരു മനോഹരമായ ആ ശരീരത്തിൻ്റെ ശോഭയും, ഹാര കടക വലയാങ്കുലീയാദി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറയോടും ഗൗരാതപത്രം ധരിച്ചിരികെ നിജ ലക്ഷ്മണനാകിയ സോദരനോടും അങ്ങനെ നിൽക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ധാരാളം ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. മാലയുണ്ട്, തോൾവളയുണ്ട്, കൈവളയുണ്ട്, മോതിരമുണ്ട്. ഇത്തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച് കൺകെട്ടക്കുടയൊക്കെ പിടിച്ച്, അതുപോലെ തന്നെ വാരണവീരൻ്റെ കഴുത്തിൽ ആനപ്പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഗൗരാതപത്രം ധരിച്ച് അരികെ ആരാണ് നിൽക്കുന്നത്? ഗൗരാതപത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൺകൊറ്റക്കടയൊക്കെ പിടിച്ച് അനുജനായ ലക്ഷ്മണനാണ് കൂടെ നിൽക്കുന്നത്. അതാണ് ലക്ഷ്മണനാകിയ സോദരനോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രമുത കാണായി വരുന്നു നമുക്കിനി എന്നിതം. അപ്പോൾ രാമചന്ദ്രനെ ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആനയുടെ മുകളിലേറി വെൺകൊറ്റൊക്കെ പിടിച്ച് സർവാഭരണ വിഭൂഷിതനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സുന്ദരനായ ആ രാമകുമാരനെ ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് പൗരജനങ്ങൾ ഒക്കെയുള്ളത്. അവർ പിന്നെ അവരുടെ മനസ്സിൽ ഇങ്ങനെ പറയാണ്, മനസ്സുതാരിൽ കൊതിച്ച് നമുക്കെല്ലാം ശോണീപതീസുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബതെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് രാജകുമാരനെ പ്രഭാതത്തെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചിത്ത വിഷാദത്തോട് ഔത്സുക്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാൻ നോക്കിയും പാർത്ത് ആനന്ദ പൂർണ്ണാമൃത അബ്ദിയിൽ വീണുമൊഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാൻ പുരവാസികൾ ആദരാൽ. അപ്പോൾ ആ ഒരു രാജകുമാരനെ കാണാനുള്ള ആ ഒരു ഔത്സുക്യമാണ് ഇവിടെ പറയുന്നത്. ആനയുടെ പുറത്തേറി അങ്ങനെ വളരെ ഗംഭീരനായിട്ട് വരുന്ന രാജകുമാരനെ രാമകുമാരനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, രാത്രി പോകുന്നേയില്ല അവർക്ക്. രാത്രിയാകുന്ന രാത്രിയെ രാക്ഷസിയോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രാത്രി വേഗം തീരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടമാണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെ രാത്രിയാകുന്ന രാക്ഷസി പോകുന്നില്ല എന്ന് പറഞ്ഞ് സൂര്യനെ കാണാതെ ആകാംക്ഷയോടുകൂടി ഒക്കെ നോക്കിക്കൊണ്ട് നിന്ന് ആ പുരവാസികൾ ആനന്ദക്കടലിൽ മുഴുകി അങ്ങനെ സമയം തള്ളി നീക്കുകയാണ്. അപ്പോൾ രാമൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ ആ ഒരു ചിന്തയാണ് പൗരജനങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രഭാതമാകുമ്പോൾ രാമകുമാരനെ നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയോടെ പൗരജനങ്ങളെല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ക്ലാസ്സിൽ വിച്ഛിന്നാഭിഷേകമാണ്. രാമൻ്റെ അഭിഷേകത്തിൻ്റെ മുടക്കം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.